ക്രിസ്തയേശുവിൻ്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ വിശുദ്ധന്മാരും ദൈവഭക്തന്മാരായ പ്രിയപ്പെട്ടവർക്ക് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ മഹാദൈവത്തിൻ്റെ വരവ് താമസിച്ചതുകൊണ്ട് തേജസ്സിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി തന്ന കർത്താവിൻ്റെ സ്നേഹത്തിനായി നന്ദി ഉദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്ത് അവൻ്റെ ശ്രേഷ്ഠതയും അവൻ്റെ ശക്തിയും അതിൻ്റെ മഹത്വവും വിശേഷാൽ അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. തെസ്സലോനിക്കയിലെ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ ലേഖനത്തിൽ കൂടെ ഓർപ്പിക്കുന്നു: ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹു നിശ്ചയത്തോടും എന്ന 3 പദം. ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകതയെക്കുറിച്ച് കേവലം ഒരു വചനമെന്ന് മാത്രമല്ല, ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ജനത്തോട് പ്രസംഗിച്ചു. അത് പരിശുദ്ധാത്മാവോട് അപ്പോൾ തന്നെ ബഹു നിശ്ചയത്തോടെ. ഈ 3 പദമാണ് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനകത്ത് അല്ലെങ്കിൽ പ്രശ്നമുള്ള ഒരു മേഖലയ്ക്കകത്ത് ഒരു സാധാരണ ഒരു വചനത്തിൻ്റെ ശക്തി മാത്രം കൊണ്ടുപോയാൽ പോരാ, ആ വചനത്തിനകത്ത് അന്തർലീനമായിരിക്കുന്നതായ ശക്തിയുണ്ട്. വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ലോക ചരിത്രത്തെ മുഴുവനും കീഴ്മേൽ മറിപ്പത്തക്കവണ്ണമുള്ള ശക്തിയാണല്ലോ വചനത്തിൻ്റെ ശക്തി. യെശയ്യാപ്രവാചന പുസ്തകം 49-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു: എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ നിനക്ക് ഇഷ്ടമുള്ള നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. നോക്കണം, യെശയ്യാപ്രവാചന പുസ്തകം 49:2 പൗലോസ് പറഞ്ഞ ആ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചു പറയുന്നു: എൻ്റെ വായിൽ നിന്നും, ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരില്ല എന്ന് പറയുകയും അത് എന്തിനു വേണ്ടി അയച്ചുവോ അയച്ച കാര്യം സാധിപ്പിച്ചിട്ടേ ആ വചനം മടങ്ങി വരികയുള്ളൂ. അപ്പോൾ ആ വാക്കിൻ്റെ ശക്തി നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കിയ ഇടങ്ങളിലല്ല അപജയമായി പരാജയപ്പെട്ട് വളരെ ക്ഷീണിതനായിട്ടും ലജ്ജിതനായിട്ടും മടങ്ങി വരുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൻ്റെ ശക്തി അയക്കുന്നു. ആ വചനത്തിൻ്റെ ശക്തി പോയാൽ ആ വചനത്തിൻ്റെ ശക്തി എവിടെയൊക്കെ പോയിട്ടുണ്ടല്ലോ ആ പോയ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചിട്ടും. അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ മനസ്സിലായി വചനത്തിൻ്റെ ശക്തി എന്തുമാത്രം ശ്രേഷ്ഠമാണ്. അതിന് യെശയ്യാപ്രവാചന പുസ്തകത്തിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട്, അത് സ്തോത്രം മിനുക്കിയ അല്ലെങ്കിൽ മൂർച്ചയുള്ള വാൾ എന്ന വാക്കാണ്, മൂർച്ചയുള്ള വാൾ. അപ്പോൾ യെശയ്യാപ്രവാചന 55-ാം അധ്യായത്തിൽ പറയുന്നു അത് മൂർച്ചയുള്ള വാളെന്നാണ്. അപ്പം വചനത്തിൻ്റെ ശക്തി ആ മൂർച്ചയുള്ള വാള് പോലെ ഇരിക്കുമെങ്കിൽ ആ ശക്തിയേറിയ വചനം പിശാചിന്റെ ശക്തിയിലേക്ക് പോയി പതിച്ചാൽ, പിശാചിന്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥാനത്തേക്ക് പതിപ്പിച്ചാൽ, അല്ലെങ്കിൽ അങ്ങ് മരണത്തിന്റെ കെട്ടിലേക്ക് ഒന്ന് പതിപ്പിച്ചാൽ ഒരിക്കലും വിടുതൽ പ്രാപിക്കില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് ഈ വചനത്തിന്റെ ശക്തി ഒന്ന് പോയി കഴിഞ്ഞാൽ ആ പോയ വചന ശക്തി നിമിത്തം റിസൾട്ടുകൾ, അതിൻ്റെ അത്ഭുതങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ബുദ്ധിക്കകത്ത് പിശാച് പ്രവർത്തിച്ച് വിദ്യാഭ്യാസത്തിന്റെ മേൽക്കോമയിലേക്ക് തലമുറകൾ പോകാതിരിക്കത്തക്കവണ്ണം ബുദ്ധിയെ കെട്ടി, ശരീരത്തെ കെട്ടി, മനസ്സിനെ കെട്ടി നിൽക്കുന്ന സ്ഥാനത്ത് പലവിധമായ ഉപാധികൾ കണ്ടുപിടിച്ചിട്ട് പരിഹരിപ്പാൻ കഴിയാത്ത ഇടങ്ങളിലെല്ലാം വചനത്തിന്റെ ശക്തി പോയിട്ട് അതിൻ്റെ ബ്രെയിനകത്തേക്ക് അല്ലെങ്കിൽ തലച്ചോറിനകത്തേക്ക്, ശരീരത്തിന്റെ ഓരോ ഘടനകത്തേക്ക് വചനം കടന്നു പോകുന്നു. അതാകുന്നു ദൈവത്തിന്റെ വചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, അത് ഇരുമാറ്റുന്നത് ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്, അത് പ്രാണൻ, ആത്മാവ്, സന്ധിമജ്ജകൾ എന്നീ 3 ഘടകം തുളച്ചു കയറത്തക്ക വണ്ണമുള്ളെങ്കിൽ അവയെ വലിയ ആ സ്വാധീനം ചെലുത്തുവാൻ ശക്തി ദൈവത്തിന്റെ വചനം. അപ്പോൾ ഓർത്തോണം, ഈ വചനത്തിന്റെ ശക്തിയാണ് പൗലോസ് കൊരിന്തിൽ പ്രയോഗിച്ചത്, പൗലോസ് എഫെസോസിൽ പ്രയോഗിച്ചത്, പൗലോസ് ഗ്രീസിലും അഥേനയിലും അതുപോലത്തെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ പല മേഖലയ്ക്കകത്ത് ഉപയോഗിച്ചതെല്ലാം
ആ വചനത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് എന്ത് പറ്റി? അവിടെ സഭ സ്ഥാപിച്ചു. സഭ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര പദത്തെ കൊണ്ട് ഒതുക്കാൻ പറ്റില്ല. അതിന്റെ പുറകിൽ വ്യാപരിക്കുന്നതായ ശക്തികൾ, വെല്ലുവിളികൾ, ആഭിചാര ശക്തികൾ ഒക്കെ ഒത്തിരിയെ അതിജീവിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പ്രവേശിച്ചത്. അതുകൊണ്ട് പൗലോസ് വാക്കാണ്, ഞങ്ങൾ നിങ്ങളുടെ പ്രസംഗിച്ച പ്രവചനം അല്ലെങ്കിൽ വചനം ഒരു കേവലം ഒരു വചനമായിട്ടല്ല, അത് ശക്തിയുള്ള വചനമാണ് പ്രയോഗിച്ചത്. ഈ സന്ദേശം കേൾക്കുന്നതായ ഈ സമയത്ത് ദൈവമക്കൾ ഓർത്തോണ്ടാം, നമ്മൾ അഭിമുഖിക്കുന്ന നിരവധി ഇടങ്ങളിൽ നമുക്ക് പോയി പ്രവേശിച്ച് വിടുതലെടുത്തു വരുവാൻ കഴിയാത്ത ഇടങ്ങളിലെല്ലാം ദൈവത്തിന്റെ വചനം പോയി അതിന് വിടുതലുമായിട്ട് കടന്നു വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ പറയാം, ദൈവത്തിന്റെ വചനം ശക്തിയുള്ള വചനമാണ്. ഹല്ലേലൂയ! ദൈവത്തിന് ശക്തിയുള്ള വചനമാണ്. ആ ശക്തിയുള്ള വചനം പോയിട്ട് അതിന്റെ പ്രവൃത്തി നടത്തി മടങ്ങി വരുമെങ്കിൽ പൗലോസ് പറഞ്ഞ പദത്തോട് നമുക്ക് ചേർന്ന് പറയാം, എന്നിൽ വ്യാപരിക്കുന്ന കേവലം ഒരു വചനം മാത്രമല്ല, ശക്തിയുള്ള വചനമാണ്. റിസൾട്ടുകൾ തരുന്ന വചനമാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന വചനമാണ്, വിടുതലുകൾ അയക്കുന്ന വചനമാണ്. ആ വചനം എന്റെ അകത്ത് പ്രവേശിച്ചാൽ അത്ഭുതം നടക്കും. വിശ്വാസത്തോടെ നമുക്ക് ഈ വചനത്തെ ഏറ്റെടുക്കാം. ആ വചനം അത്ഭുതത്തിന്റെ വചനമാണ്. ഗോഡ് ബ്ലെസ് യു.